അപ്പോൾ അതും കൂടിയും അവർ നോക്കും. ഇറ്റ്സ് ഗുഡ്, പീപ്പിൾ കുടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് തിരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് പോകും എന്ന് അവർക്കൊരു ഉറപ്പ് വരും. ഇത് എല്ലാം ടേസ്റ്റ് വൈസ് ഉണ്ടാക്കുന്ന പ്രക്രിയകളാണ് ഓരോന്നും. ഇപ്പം നമ്മൾ ഇതിലേക്ക് വരുന്ന സ്മൂത്ത്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബ്യൂ ക്യാപ്പ് ഉണ്ടാക്കുന്നത് 5ഉം 6ഉം ഇയേഴ്സ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്മൂത്ത്നെസ് കൂടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേപ്പ് അത് കൂടുതൽ സ്മൂത്ത്നെസ് വരുമ്പോൾ ഗ്രേപ്പിൻ്റെ ഇതാണല്ലോ കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ അതിൽ മെച്യൂർ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേരുമ്പോഴാണല്ലോ അതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവരും ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ, സ്മൂത്ത്നെസ് ടേസ്റ്റിങ്ങിലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അതിൻ്റെയാണ് ഈ ഒരു വ്യത്യാസം. ഇപ്പോൾ നമ്മൾ വേൾഡിലത്തെ മോർ ദാൻ ഒരു 6000 സ്പിരിറ്റ് കമ്പനീസ് ഉണ്ട്, ബ്രാൻഡ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ഈ ലണ്ടൻ സ്പിരിറ്റ് കോമ്പറ്റീഷന് വരുന്നവർക്ക് ചെല്ലുന്നവർക്ക് പോകാൻ പറ്റും. അതിൻ്റെ ആക്ച്വലി ഡേറ്റ് എന്ന് പറയുമ്പം ഇത് നടക്കുന്നത് മാർച്ച് എൻഡിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ഇറ്റ് വെൻ ഫോർ എ മന്ത്, കാരണം ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണ്ടേ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇത് നമ്മൾ ബാക്കിയുള്ള കുറേ പേർക്ക് കിട്ടുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഇൻ ടു ദി സെല്ലിങ് മോർ ആൽക്കഹോൾ എന്ന് പറയുമല്ലോ. അത് ലിക്കേഴ്സ് എന്നാണ് പറയുക. നമ്മളെ ഇന്ത്യയിൽ തന്നെ കുറേ പേര്, പുറത്തുള്ള ആൾക്കാർ പല ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലിക്കേഴ്സിൻ്റെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ സെല്ലിങ് ചെയ്യുന്ന സംഭവങ്ങൾ അതിന് എപ്പോഴും ഒരു ബ്രാൻഡി സെഗ്മെൻറ്റിൽ, അതേഴ്സ് എന്നല്ല പറയാം, ബ്രാൻഡി സെഗ്മെൻറ്റ് എന്നല്ല പറയാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവാർഡ് വന്നിട്ടുള്ളത് ബ്രാൻഡി സെഗ്മെൻറ്റുള്ള അവാർഡാണ്. അതേഴ്സ് എന്ന് പറയുന്നതിൽ 3-4 പേരുണ്ടാവുള്ളൂ. അതവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ രണ്ടാമതൊരു സംഭവം, ഞാൻ ഇന്ത്യയിൽ ടാക്സ് പെയറാണ്. ഐ ആം നോട്ട് NRI. ഞാൻ അവിടെ പോയിട്ട് ഇരിക്കുകയോ ഞാൻ അവിടെ പോയി ഫാക്ടറിയിൽ ഞാൻ അർമേനിയൻ ബേസ്ഡ് ഔട്ട് ആയിട്ടൊരു ബിസിനസ് അല്ല ഞാൻ. ബിക്കോസ് ഐ മേഡ് എ ടീം. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇരിക്കുന്നത്. സോ ഐ ആം ഹാപ്പി. അവിടെയാണ് വ്യത്യാസം. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ നാട്ടിൽ അവിടെ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഇവിടെയും ചെയ്യുന്നുണ്ട്, അവിടെയും ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം ഹാപ്പി ടു ബി ഇന്ത്യൻ ആൻഡ് ഹാപ്പി ടു ബി ഹിയർ. അതാണ് എൻ്റെ പോളിസി. അന്ന് ഞാനിത് അറിഞ്ഞപ്പോൾ ഞാൻ 3 കൊല്ലമായിട്ട് കുടിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ എന്നെൻ്റെ ബ്രാൻഡിങ് തുടങ്ങിയോ ഒരു 2019 തൊട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നാണ് നമ്മളിതിനെ ലിക്കറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. പണ്ടേ MH കുടിച്ച് നടന്നിരുന്നതാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ ഈ എന്ന് തൊട്ട് ഞാൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് കഴിച്ചു തുടങ്ങിയോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾഡ് മാങ്കാണ് കഴിക്കുക. കാരണം അതിൻ്റെ വ്യത്യാസം പിറ്റേ ദിവസം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ ഏജും കൂടി മാറാണല്ലോ. നമ്മൾ പണ്ടത്തെ പോലെ എന്നും യൗവനമായിട്ടല്ലല്ലോ ഇരിക്കുന്നത്. നമ്മളൊരു ദിവസം ഏജ് മാറുമ്പോൾ നമുക്ക് ആ ഏജ് മാറുമ്പോൾ നമ്മൾ ഒരു മെച്യൂറേഷൻ ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമ്മൾക്ക് 5-6 പേക്ക് കഴിക്കണമെന്നുണ്ടാവാം ആഗ്രഹം ഉണ്ടെങ്കിൽ. പക്ഷേ രാവിലെ ആകുമ്പോൾ നമുക്ക് കുറേ പണികളുണ്ട്. അപ്പോൾ അതിനൊരു ഫ്രഷ് മൈൻഡ് സത്യം പറഞ്ഞാൽ വില കൂടി മദ്യം കുടിക്കുമ്പം വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യൻ മദ്യം നമ്മൾ കഴിച്ചിട്ട് പിറ്റേ ദിവസം ഒരു ചെറിയൊരു, കാരണം അത് കഴിച്ചു പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്നും കഴിക്കുന്ന ഒരാളാണെങ്കിൽ ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇത് ഒരു 5 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡ് മാത്രമാണ് കഴിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മാസ്റ്റർ ബ്ലെൻഡറിനോട് പറയൊരു കാര്യം, ദിസ് ബ്യൂ ക്യാപ്പ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രിങ്ക് ആൻഡ് എവ്രിബഡി ഈസ് ഇഗ്നോറിങ് ഇറ്റ് ഈവൻ ദോ ഐ ലൈക്ഡ് ഇറ്റ്. അപ്പോൾ എന്നോടപ്പോൾ പുള്ളി പറഞ്ഞൊരു ഒറ്റൊരു കാര്യമാണ്, ദിസ് ഈസ് മൈ മാക്സിമം വിച്ച് ഐ ഹാവ് ഡൺ ഫോർ യു ആൻഡ് യു വിൽ അച്ചീവ് ദിസ് ഇൻ എ ഡേ ആൻഡ് ദാറ്റ് ഡേ യു വിൽ അപ്രീഷിയേറ്റ് മീ. അൺടിൽ ദാറ്റ് ഡേ ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. അതാണ് പുള്ളി അന്ന് പറഞ്ഞത്. ശേഷം ഞാൻ ഇതിപ്പം കേരളത്തിൽ മിക്ക ക്ലബ്ബുകളിലുണ്ട്. ഇപ്പം ഞാൻ പോകുന്ന ക്ലബ്ബുകളിലുണ്ട്. ഞാൻ ആദ്യം പോയി ചോദിക്കുക അതുണ്ടോ എന്ന് ചോദിക്കുക. അതുണ്ടെങ്കിൽ ഞാൻ അതാണ് കഴിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ആ ക്ലബ്ബിൽ പോകാറില്ല. പിന്നെ എൻ്റെ മദ്യം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും. അപ്പോൾ ഈ പറയുന്ന എൻ്റെ 4 ബ്രാൻഡ്, പിന്നെ ഒരെണ്ണം വരാൻ പോകുന്ന ഒരു ബ്രാൻഡാണ്. അത് എവിടെയുണ്ടോ അവിടെ പോയിട്ട് ഞാൻ മദ്യം കഴിച്ച് ഐ ആം സേഫ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ സേഫാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും കുടിക്കുന്നവർ സേഫ് ആയിരിക്കണമല്ലോ.
ഞാൻ 5 കൊല്ലമായിട്ട് ഈ മദ്യം തന്നെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ 5 കൊല്ലമായിട്ട് എനിക്ക് ശാരീരികമായിട്ടൊരു കുഴപ്പവും വന്നിട്ടില്ല. ഐ ആം ഹാപ്പി ഫോർ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇപ്പോൾ കാലത്ത് തന്നെ എണീറ്റ് നമ്മളുടെ പണികളിലേക്ക് പോകുന്നു. ബ്രാൻഡി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓഫ് ഗ്രേപ്പ്. വിസ്കി ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓഫ് ബാർലി ആൻഡ് മാൾട്ട്. പിന്നെ വോഡ്ക എന്ന് പറയുന്നത് ഗ്രെയിൻ സ്പിരിറ്റ് കൊണ്ടാണ് വോഡ്ക ഉണ്ടാക്കുന്നത്. ആ വോഡ്ക ഉണ്ടാക്കാനായിട്ട് 3-4 ലെവലുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു നല്ലൊരു സ്മൂത്ത്നെസ് വോഡ്ക ഉണ്ടാക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 വട്ടമെങ്കിലും ഡിസ്റ്റിൽ ചെയ്യണം. അതിനെ ഗ്രെയിൻ സ്പിരിറ്റ് നമ്മൾ ഡിസ്റ്റിൽ ചെയ്യണം. ഡിസ്റ്റിൽ ചെയ്തതിന് ശേഷമാണ് ഇത് ബോട്ടിലിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പോൾ അതിനൊരു വ്യത്യാസം. പക്ഷേ എൻ്റെ വോഡ്ക ഞാൻ ഡിസ്റ്റിൽ ചെയ്യുന്നത് 8 വട്ടമാണ്. അതിനൊരു സ്മൂത്ത്നെസ് വേറെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ വോഡ്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ വോഡ്ക കഴിക്കുമ്പോൾ നമുക്കൊരു ത്രോട്ടിലൊരു ആൽക്കഹോളിൻ്റെ ഒരു ഇത് കിട്ടും. എൻ്റെ കഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്യുവർ ഇതിലേക്കാണ് ഞാനത് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അത് ബലൂഗേൻ്റെ ഒരു പ്രോസസ്സിങ് ആണ്. ആ മാസ്റ്റർ ബ്ലെൻഡറാണ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിന് ആ ടേസ്റ്റ് ഉള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 ബ്രാൻഡ്സും ഈ പറഞ്ഞ ലണ്ടൻ സ്പിരിറ്റ് കോമ്പറ്റീഷൻ എത്തേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിസിക്കലി അവിടെ എത്തണം. അപ്പോൾ ഒരാൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതല്ലേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ. ആൻഡ് വി ആർ നോട്ട് ട്രാവലിംഗ്. അതുകൊണ്ടാണ് ബാക്കി ബ്രാൻഡ്സ് എത്താണ്ടിരുന്നത്. എത്തിയിരുന്നെങ്കിൽ ഇന്ന് യു വിൽ ബി ഹാവിങ് എ ബിഗ് ന്യൂസ്, നോട്ട് ഫോർ വൺ ബ്രാൻഡ്. അതാണ് അതിലൊരു സംഭവം. റമ്മ് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളുണ്ടാക്കുന്നത് ഈ പുറത്താണെങ്കിൽ മെച്യൂറേഷൻ അവിടെയുണ്ട്. ഈ റമ്മ് പ്ലം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് മെച്യൂർ ചെയ്യുന്നത് റമ്മ്. ആ റമ്മ് അത് വെച്ച് മെച്യൂർ ചെയ്ത് നമ്മളുടെ ആ ഇവിടുത്തെ ഈ പറഞ്ഞ എല്ലാ സെയിം സാധനം വെച്ച് മെച്യൂർ ചെയ്തിട്ട് അവർ സ്പിരിറ്റിൻ്റെ കൂടെ അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മെച്യൂറേഷൻ കിട്ടുമ്പം എന്താ പറയുക, റമ്മിനൊരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇവിടുത്തെ ഓൾഡ് മങ്ക് റം ഉണ്ടല്ലോ, അത് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മെച്യൂറേഷനിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഓൾഡ് മങ്ക് ഇറ്റ്സ് അവൈലബിൾ ഇൻ ദി വേൾഡ്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓൾഡ് മങ്ക് അവൈലബിലിറ്റിയാണ്. സിംഗിൾ മോൾട്ട് അല്ലാത്ത വേറൊരു ഇന്ത്യൻ ബ്രാൻഡ് UK കിട്ടില്ല. വെറീസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ലിക്കേഴ്സ് എന്തോരം ഉണ്ട് അവിടെ. സിഗ്നേച്ചർ ഉണ്ട്, മോർഫീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. വിൽ അവൈലബിൾ ഇത്. കാരണം അവിടെ മെച്യൂറേഷനുള്ള പ്രൊഡക്റ്റ് മാത്രം കുടിക്കുകയുള്ളൂ. അവിടെ ഒരിക്കലും ഈ ഫ്ലേവേർഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലിക്കർ ഇത് അവിടെ പോളിസിയിലേ ഇല്ല, അവരുടെ എക്സൈസ് പോളിസിയിലില്ല. അതുകൊണ്ടാണ് അവർ ഈ ഇന്ത്യൻ ബ്രാൻഡ്സ് ആണോ മെച്യൂറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നവർ ചോദിക്കുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ലെവൽ മാറും. ഇന്ത്യൻ്റെ ഇവിടെ 42.8 ആണ്. ഇപ്പോൾ ഇൻക്ലൂഡിങ് സൗത്ത് ആഫ്രിക്കയിൽ പോവില്ല. 42.8 ആണെങ്കിൽ അതിൽ ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ലാബ് ടെസ്റ്റിൽ അവർ കണ്ടാൽ ആ കണ്ടെയ്നർ അവിടെ സീസ്ഡാണ്. അപ്പോൾ എല്ലാ രാജ്യത്തിലും അതിൻ്റേതായ പോളിസികളും കാര്യങ്ങളും എല്ലാ രാജ്യത്തിലും ഉണ്ട്. അതുകൊണ്ട് എക്സ്പോർട്ട് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അത്രയും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എക്സ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആർമി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ഫീസിബിലിറ്റി ഉണ്ടാവണം. 2 എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കേപ്പ് ടൗണിൽ പോയി. കേപ്പ് ടൗണിൽ എനിക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പോഴും ഉണ്ട്. ബ്രാൻഡി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ലോക്കൽ മാർക്കറ്റിന് വേണ്ടി മാത്രം. 75 CL ഞാനത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ അർമേനിയയിലോട്ട് എത്തുന്നത്. അർമേനിയയിൽ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ MD പറഞ്ഞു, ലൈക്ക് അർമേനിയ വെതർ ആൻഡ് ഗ്രേപ്പ് ഈസ് വെരി ഗുഡ്, വൈ വി ഹാവ് ടു ട്രൈ ഇത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അവിടുത്തെ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ടാപ്പ് വാട്ടർ. നടന്നു പോകുമ്പോൾ കുടിക്കാം. നമുക്ക് ബോട്ടിൽ വെള്ളം വാങ്ങേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പം നമ്മളുടെ ഇന്ത്യൻ പൈസ വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം വെള്ളത്തിന് ഭയങ്കര പൈസയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ടാപ്പ് വെള്ളം തുറന്നിട്ട് കുടിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒരു ഐസ് വെള്ളം കുടിക്കുന്ന പ്രതീതിയാണ്. കാരണം മലയിൽ നിന്ന് വരുന്ന വെള്ളം ഡ്രെയിനിങ് സിസ്റ്റം അവിടുത്തെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതിങ്ങനെ കുടിക്കാം. അപ്പോൾ ഞാൻ വല്ല അസുഖം വരും ഇത് കുടിച്ചാന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം, അതിനുശേഷം കുടിച്ചോ, എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ആദ്യം നിങ്ങൾ കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങളുണ്ടോ ഇല്ലയോ എന്തെങ്കിലും അസുഖം വരുമോ എന്ന് നോക്കാം.
അതിനുശേഷം ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പുള്ളി കുടിച്ചു. പിറ്റേ ദിവസം പുള്ളി ഹാപ്പി ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല, കുടിച്ചോളൂ, വേണമെങ്കിൽ കുടിച്ചോളൂ, വെറുതെ പൈസ കളയണ്ടെന്ന് പറഞ്ഞു, വെള്ളം വാങ്ങിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നാണ് ആദ്യം വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് ആ ഫീല്. നമ്മളൊക്കെ ഇവിടെ വെള്ളം കുടിക്കുമ്പം ഒരു ചൊവ ഉണ്ടാവില്ലേ, അവിടെ അങ്ങനത്തെ ഒരു ചൊവയില്ല വെള്ളത്തിന്. വെരി ഗുഡ്. ആ വെള്ളമാണ് നമ്മളിപ്പോൾ നേരത്തെ പറയാൻ മിസ് ചെയ്തിട്ടൊരു സംഭവമാണ് ഈ പറയുന്ന ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ ഗുണം. അതിപ്പോൾ വോഡ്ക ആയാലും, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ തണുപ്പ് കൺട്രിയിലുള്ള വോഡ്ക ആയാലും വിസ്കി ആയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് വാട്ടർ. കാരണം വെതേർഡ് വാട്ടേഴ്സാണ് അതൊക്കെ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിൽ നിന്ന് ഐസ് ഒലിച്ച് വരുന്നുള്ള വെള്ളങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. ഇവിടെ വരുന്നത് മഴയിൽ നിന്നുള്ള വെള്ളമാണ്. പക്ഷേ അതിൻ്റേതായ വ്യത്യാസങ്ങൾ, മഴേൻ്റെയും ഇതിൻ്റെയും വ്യത്യാസങ്ങൾ രണ്ട് ഡിഫറെൻ്റാണ്. അതാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ മാറ്റങ്ങൾ അവിടെയും ഇന്ത്യയിലുള്ളത്.